റൂഹിനെ മൊയ്യീന്റെ തട്ടിപ്പറിച്ചതായിട്ട് നിങ്ങളുടെ മൊയ്യീമാലയിലുണ്ട് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ബോധപൂർവം തന്നെയാണോ ചോദിക്കുന്നത്? ബോധപൂർവം തന്നെയാണ്. നിങ്ങളുടെ മൊയ്യീമാലയിൽ ഉള്ളതാണത് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളെ മൊയ്യീമാലയിൽ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പൂർണ്ണ ധൈര്യം ഞങ്ങൾക്കുണ്ട്. മൊയ്യീമാ കൊടുക്കുന്നുള്ളതാണ് വരികൾ എന്റെ ഓർമ്മയിൽ ഞാൻ മൊയ്യീമാലൊക്കെ പാടുന്ന ആളാ. തെളിവ് മാത്രമല്ല പറയുന്നത്, പാടുന്നുണ്ട്. പരിശോധിക്കാൻ സമയം തരണം. അതാ സമയം തരാം. അള്ളാഹു തആല ചിലപ്പോൾ രക്ഷപ്പെടാമെന്ന് പറഞ്ഞാവോ സഹായിച്ചില്ല. ഭാഗം കാണിച്ചു കൊടുക്കാറുണ്ട്. വിമാനപ്പെടുന്നത് മാല 538. മഴ കൊടുത്തേക്കുന്ന ഒരു കാഴ്ചയായിട്ട് ഇന്ത്യയിലുള്ള ഭാഷ നമുക്ക് ഉണ്ടാക്കിയത് ഒഫീഷ്യലായി മറുപടി പറയും. എന്താണ് വഴി ഒന്നുകൂടി പാടിക്കാൻ? വലിയ ഒരു ഹാജി മൗത്തായ സംഗീതം അവരെ ലോകത്ത് വന്നു പറഞ്ഞാല് എന്റെ ഹാജി നിന്റെ റൂഹയിൽ കയറണം എന്ന് മരത്തിൽ കേട്ടോളും. അങ്ങനെ അങ്ങനെ ഇല്ല. നമ്മൾ കാഴ്ച അങ്ങനെയുണ്ടോ? എല്ലാവരും എനിക്ക് എന്ത് സംഭവിച്ചത് ഒന്നുമില്ലല്ലോ. അല്ലല്ല അങ്ങനത്തെ മാലക്കാരൻ പൂർത്തികൾ കളിക്കാൻ അതിലുണ്ടോ ഇല്ല ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം. പ്രശ്നം പോകണമെന്നോ? അത് പൊയ്ക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ എന്തൊന്ന് വ്യക്തമാക്കി പോകണം. മൈക്കോട് ഓടിക്കാതെ പിടിച്ചു വയ്ക്കാൻ പാടില്ല. അയാൾക്ക് പൂർണ്ണ സുരക്ഷ കൊടുക്കണം. ആയിസക്കാമി നിങ്ങളവിടെ ഇന്ന ഇല്ല വെറുതെ പറയാണ്. നിങ്ങള് ആ മാല എന്റെ കൂടാതെ വിഷയങ്ങൾ ചന്ദ്രയ്ക്ക് മാലയിൽ മൊഹിയത്തിമാലയിൽ അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞിരുന്നത്. മൊഹിയത്തിമാലയിൽ അത് കാണിച്ചു തരാൻ കുറെ നേരം തെരഞ്ഞ് കാണാനായപ്പോ അടി പത്താനുള്ള പരിപാടിയാണ് തോന്നുന്നത്. അത് എന്തോ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അതില്ല. എവിടെ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ പറഞ്ഞ വരികൾ ഏത് മൊഹിയത്തിമാലയിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈക്കൽ കൊടുക്കുക. അത് പറയട്ടെ. അത് മൊഹിയത്തിമാലയിൽ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഹലോ 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 അത് ആ മൈക്കൽ കൊടുക്കാൻ അദ്ദേഹം പറയണം. മറ്റേ ചോദ്യത്തിന് മറുപടി പറയട്ടോ. അത് ക്ഷമിക്കണം. അതിന്റെ ഇടയിൽ പറയണ്ട. ഇപ്പോ എനിക്ക് പറയില്ല. അല്ല അത് മൊഹിയത്തിമാലയിൽ ഞങ്ങളുടെ മൊഹിയത്തിമാലയിൽ നമ്മൾ ചെല്ലുന്ന മൊഹിയത്തിമാലയിൽ അത് കാണിച്ചു തരണം. അതാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. എനിക്ക് സമയം തോന്നിയാൽ ഞങ്ങളല്ല ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളാണ്. അത് വരുന്ന നേരത്തെ നോക്കേണ്ടിയിരുന്നു സമയം തോന്നിയത്. ഇപ്പൊ കിട്ടാനായപ്പോ സമയം ഇല്ലാതാകല് അത് അപൂർവമായ രംഗത്തൊന്നുമല്ല. അതുകൊണ്ട് മൊഹിയത്തിമാലയിൽ അത് ഉണ്ടോ ഇല്ലേ? മൊഹിയത്തിമാലയിൽ അത് ഉണ്ടോ ഇല്ലേ? എനിക്ക് ഒന്നുമില്ല. അതായത് അതൊരു പുതിയതാണ്. ഞാനല്ല കുറച്ച് ഇതിന് സമയം ഉണ്ടാകുവാണ്. ആയിസക്കാമി പോയോ? ഞാൻ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. നിങ്ങൾ സമ്മതിക്കേണ്ട അതിലുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ഇത് പുതിയ കോപ്പിയാണ്, പഴയ കോപ്പിയാണുള്ളത്. മൗലവി പഴയ കോപ്പി കൊണ്ട് തന്നാൽ ഇപ്പൊ തെളിയിക്കും. പഴയ കോപ്പി തന്നെയാണത്. പഴയ കോപ്പി ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ വെറുതെ ബേജാറാകേണ്ട ആവശ്യമില്ല. പൊറുതികാര് കാണിക്കേണ്ടതില്ല. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടോളി. അത് പഴയ മൊഹിയത്തിമാലയാണ്. പഴയ മൊഹിയത്തിമാല എന്ന് പറഞ്ഞാല് ഒരുപാട് വർഷം മുമ്പ് 600 വർഷം മുമ്പ് ജനിക്കപ്പെട്ടതാണ് പഴയ മൊഹിയത്തിമാല. നിങ്ങളാ എഴുതി കൊടുത്തത് എവിടുന്നാണെന്നറിയോ? നിങ്ങൾ ഇതാ എന്റെ കയ്യിൽ ഇങ്ങോട്ട് നോക്കുക. ഇത് ഏതെന്നറിയോ? രണ്ടത്താണി സൈബ് മൗലവി എഴുതിയ പുസ്തകമാണ്. എടുത്ത് ഉദ്ധരിച്ചതാണോ? ഇതിൽ തന്നെ പറയുന്നുണ്ട്. പുതിയ മൊഹിയത്തിമാലയിൽ കാണുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പുതിയ മൊഹിയത്തി മൗലിദ് ഞങ്ങൾ ചെല്ലുന്ന പഴയ മൊഹിയത്തി മൗലിദല്ല. ഞങ്ങൾ ചെല്ലുന്ന പഴയ മൊഹിയത്തി മൗലിദ് എങ്ങനെ അറിയോ? അല്ലാതിരിപ്പേരും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത എന്ന് തുടങ്ങിയതാണ് പഴയ മൊഹിയത്തിമാല.
ഇത് പുതിയ മുഹ്യദ്ദീൻമാലയാണ്. പുതിയ മുഹ്യദ്ദീൻമാലയിൽ ഇതാ രണ്ടപ്പാടി സെയ്ദ് മൗലവി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു പുതിയൊരു മൗലവിയുണ്ട്, മാലയുണ്ട്, അതിൽ അതേ ചെറിയ വരിണ്ട്. വലിയൊരു ഹാദിം മൗത്തായ സങ്കേതം അവരെ സൗജത്തെ വന്ന് പറഞ്ഞാല് എന്റെ ഹാദീമിന്റെ റൂഹന്നിൽ തന്നേരം എന്ന് മലക്കുഴിമാവോട് കേട്ടോവർ. ഇതേ പുതിയ മുഹ്യദ്ദീൻമാലയാണ്. പുതിയ മുഹ്യദ്ദീൻമാലയെ കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളിൽ അത് കേട്ടോളി. അത് നമ്മൾ ചെല്ലുന്ന 600 വർഷം മുമ്പ് ആവി മുഹമ്മദ് ധരിച്ച സുന്നികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഹ്യദ്ദീൻമാലയിൽ ഉള്ളതല്ല. അത് പുതിയ പതിപ്പാണെങ്കിലും പഴയ പതിപ്പാണെങ്കിലും കാണിച്ചു തരാന് ഒറ്റ വഹാബിക്കും കഴിയില്ല. അത് കുറ്റപ്പെടുത്തിയിട്ട് കാണില്ല. ഈ മുഖ്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ മുഖ്യത്തിലെന്താ ഇത് പുതിയ മുഹ്യദ്ദീൻമാലയിലുള്ളതാണ് തീരുന്നുണ്ട്. അതായത് കണ്ടിട്ടില്ല. അതാ കുഴപ്പം. ആ പുതിയ മുഹ്യദ്ദീൻമാലയെ കുറിച്ച് എന്താ സുന്നികളുടെ തീരുമാനം? അതാ കണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട പാടൂർ കോയക്കുട്ടി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണിത്. ഇത് ഏതാണെന്ന് അറിയോ? വൈദുല്യം തർജമ. വൈദുല്യം തർജമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ചില മുഹ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ ചില പുതിയ മാലകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് സുന്നികൾ പാടുവാനോ അത് ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ സുന്നികൾ അംഗീകരിക്കാത്ത മുഹ്യദ്ദീൻമാലയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ചെല്ലുന്ന മുഹ്യദ്ദീൻമാലയിലുണ്ടെങ്കിൽ അതാണ് കാണിച്ചു തരുന്നത്. അതിനാണ് ആണത്വം കാണിക്കേണ്ടത്, അതിനാണ് ധൈര്യം കാണിക്കേണ്ടത്. ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മാലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന കഴിഞ്ഞാൽ ആ പൂരി അവ മനസ്സിലിരുന്നോട്ടെ. അത് വിലപ്പോവുകയില്ല. ഞങ്ങൾ ഈ ഭാര്യ മൗലികോട് മറുപടി വരാൻ നടക്കുന്നത് ഏതെങ്കിലും 2 വരി എടുത്തിട്ടല്ല. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യമുണ്ടോ മാലയെ കുറിച്ച് അതിനൊക്കെയുള്ള മറുപടിയൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ആ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മകളയും മൗലിനും ഞങ്ങളുടെ പേര് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതമായി പറഞ്ഞാൽ വങ്കത്വമാണ്, അത് മൗഢ്യമാണ്, അത് നടക്കുകയില്ല. ഈ അഭിസുദ്ധത്തിന്റെ ജമാഅത്തിന്റെ ഉൾപുത്തരായ പ്രവർത്തകർക്ക് മുമ്പിൽ അത് നടക്കുകയില്ല എന്ന് ഇനി നമ്മൾ മറ്റേ സഹോദരൻ നേരത്തെ ചോദിച്ചു പൗതിയാക്കിയ സഹോദരൻ തന്നെ ചോദിക്കട്ടെ, അതിന് മറുപടി ഇവിടെ പറയും.